അഫോർഡബിൾ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള MG കോമ്പൻ്റെ റേഞ്ച് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റെല്ലാ വാഹനങ്ങളുടേതും പോലെ ഒരുപാട് പ്രത്യേകതകളും കുറച്ച് കുറവുകളുമായിട്ടുള്ള വാഹനം തന്നെയാണ് MG കോമ്പറ്റ്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ എടുത്താൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ ഇതിന് കുറ്റം പറഞ്ഞ് നടക്കേണ്ട സിറ്റുവേഷനിലുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ വാഹനം അറിഞ്ഞ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വേരിയൻറ്റിൽ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് കുറവുകൾ എന്നുള്ളതാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് 3 വേരിയൻറ്റിലാണ് നമുക്ക് MG കോമ്പറ്റ് ലഭിക്കുന്നത്. എക്സിക്യൂട്ടീവ്, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ് എന്നിങ്ങനെയാണ് പ്രധാന 3 വേരിയൻ്റ് ആണെങ്കിൽ പോലും അതിൽ 3.3 കിലോ വാട്ടിൻ്റെ ചാർജറും 7.2 കിലോ വാട്ടിൻ്റെ ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന 2 മോഡൽസ് കൂടി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 3.3 ആണ്. അത് സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു പ്ലഗിലൊക്കെ ചാർജ് ചെയ്യുന്നതാണ്. AC ഫാസ്റ്റ് ചാർജിങ് മാത്രമേ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുള്ളൂ. DC ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല. അതായത് പുറത്ത് കാണുന്ന ഗ്രിഡുകളൊക്കെ അല്ലേ നമ്മൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഇതിലില്ല. AC കറണ്ട് മാത്രമേ ഇതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 230 കിലോമീറ്റർ ഫുൾ ചാർജ് ലോഡുമെന്നാണ് നമ്മുടെ അടുത്ത് ഈ ഉള്ളൊരു വാഹനം. പക്ഷേ ഫുൾ ചാർജ് ചെയ്ത് ഞാൻ നോക്കിയ സമയത്ത് വാഹനം എന്നോട് കാണിച്ചത് 200 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അതിൽ നിന്നും കുറയോ എന്നുള്ളത് നോക്കാം. ഒരു ഡ്രൈവ് പോകാം. പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് 10 ദിവസം നീണ്ടു നിന്ന രഥോത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ സമാപിച്ചെടുക്കുന്ന കൽപ്പാത്തിയിലേക്കാണ് നമ്മൾ റേഞ്ച് ടെസ്റ്റിലുള്ള യാത്രയൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത റൂട്ട്. നമുക്ക് ഏകദേശം ഫുൾ ചാർജിൽ ഓടി വരാൻ പറ്റും. അതിനിടയിൽ ബ്രേക്കോ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോർണിംഗ് റൈഡാണ് ഉദ്ദേശിച്ചെങ്കിലും എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 7 മണിയായി. അപ്പോൾ 7 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് 100% ചാർജ് ഉണ്ടായിരുന്നു. 200 കിലോമീറ്റർ ഓടാമെന്നാണ് ക്ലസ്റ്ററിൽ കാണിച്ചത്. ഓഡോമീറ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 9806 കിലോമീറ്ററാണ് ഓഡോമീറ്റർ ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് എത്ര വരെ ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നേരെ യാത്ര തുടർന്നു. ഹൈവേയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഹൈവേയിൽ എത്തിയ സമയത്ത് മീറ്റർ ഒന്നും കൂടി നോക്കിയപ്പോൾ 79% ചാർജായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 158 കിലോമീറ്റർ ഓടുമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ 1% ചാർജിൽ 2 കിലോമീറ്റർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇത് കുറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. MG കോമ്പൻ്റെ ഇപ്പോഴത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8.5 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെയാണ് ഓൺ റോഡ് വില വരുന്നത്. 3 വേരിയൻ്റ് ഉണ്ടെങ്കിൽ പോലും ടോപ്പിൽ 2 വേരിയൻറ്റുകൾക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ AC ആണ്. എഗെയിൻ AC ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ MG ഇടയ്ക്കിടയ്ക്ക് ഇതിന് കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് വേരിയൻറ്റുകൾ ഇറക്കാറുണ്ട്. അതിനൊക്കെ പ്രൈസ് ആ സമയത്തിനനുസരിച്ച് ആനിവേഴ്സറി എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് പല പല കളേഴ്സിലൊക്കെ ഇറക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രീൻ കളറാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കളറാണ്. നമുക്ക് ഇത് കിട്ടിയതിന് ശേഷം റോഡിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ കളറിലുള്ള ദോസ്താണെങ്കിലും ഓട്ടോകളാണെന്നുണ്ടെങ്കിലും ഈവൻ നാഷണൽ പെർമിറ്റ് ലോറികൾ വരെ ഈ കളറിൽ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്നാലും രസമാണ്. നമുക്ക് ചിലർ കളിയാക്കും, എന്നാൽ പോലും എനിക്ക് നല്ല രസമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് കുറവുകളും ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാഹനമാണ് എന്നുള്ളത്. അതിൽ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൻ്റെ കീ ആണ്. നമുക്കൊരു സ്മാർട്ട് കീ വരുന്നത്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് കിട്ടുക. ബാക്കിയുള്ള 2 വേരിയൻറ്റിൽ നമുക്കൊരു ഫ്ലിപ്പ് കീ ആയിരിക്കും ലഭിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പുഷ് ബട്ടൺ സ്റ്റാർട്ടോ അല്ലെങ്കിൽ കീ ഇട്ട് ഓൺ ചെയ്യാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സ്മാർട്ട് കീ നമ്മുടെ പോക്കറ്റിലോ കയ്യിലോ ഉണ്ടെങ്കിൽ അതുമായി വാഹനത്തിന് അടുത്തേക്ക് വന്നാൽ വാഹനം അൺലോക്ക് ആവും. കയറി ഉള്ളിലേക്ക് ഇരുന്നാൽ മീറ്റർ കാര്യങ്ങൾ AC എല്ലാം ഓണായി വരും. ബ്രേക്ക് പ്രസ് ചെയ്താൽ വാഹനം റണ്ണിങ് കണ്ടീഷനിൽ, അതായത് മോട്ടറൊക്കെ ഓണായി ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തു തുടങ്ങി റെഡി എന്ന് എഴുതി കാണിക്കും. ഗിയർ സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് എന്നിങ്ങനെ കാണാം. അതിൽ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിവേഴ്സ് സെലക്ട് ചെയ്യുന്നു. ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും. അത്രയും വളരെ സിമ്പിളാണ്, വളരെ കൺവീനിയൻ്റ് ആണ് എന്നുള്ളത്. തുടക്കത്തിൽ ചിലപ്പോൾ നമുക്കതൊരു തപ്പലൊക്കെ ആയിട്ട് വന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ കൺവീനിയൻ്റ് ആണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് MG കോമ്പറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂടുതൽ കമ്മ്യൂട്ടിങ് പരിപാടികൾക്കാണ്. അപ്പോൾ നമ്മളൊരു 10 കിലോമീറ്ററോ അല്ലെങ്കിൽ 5 കിലോമീറ്ററോ പോയി ഇറങ്ങി കയറി വീണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തവണ നമ്മൾ കീ ഇട്ട് തിരിക്കാനോ പുഷ്പട്ട അമർത്താനോ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 1-2 കാര്യങ്ങൾ പുറത്താണ് ഇതിൻ്റെ പറയാനുള്ളത്. കോമറ്റിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവും ഏറ്റവും വലിയ നെഗറ്റീവും ഒരു കാര്യമാണ് ഇതിൻ്റെ ലുക്ക്. വളരെ അപൂർവ വാഹനങ്ങൾക്ക് കിട്ടുന്നൊരു പ്രത്യേകതയാണ് എന്ന് പറയാം. എന്നോട് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് ഉപയോഗപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉപയോഗപ്പെട്ടതെന്നല്ല, പക്ഷേ എടുക്കുന്ന ആളുകൾക്ക് ചോയ്സ് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും പറ്റിയ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ ഉണ്ടാവണം. ഒരു ബ്രാൻഡും ഇന്ത്യ വിട്ട് പോകരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡയമെൻഷനാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ വീൽ ബേസ് ഇതിൻ്റെ നീളമായിട്ട് വരുന്നുള്ളൂ. കറക്റ്റ് അല്ല, ഏകദേശം നമുക്ക് 2974 മില്ലിമീറ്റർ ആണ് ഇതിന് നീളം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീൽ ബേസ് എത്ര ഉണ്ടാവും? വെറും 2010 മില്ലിമീറ്റർ ഇതിന് വീൽ ബേസ് വരുന്നുള്ളൂ. ഒരു കുഞ്ഞു വാഹനം നമുക്കൊരു ടേണിങ്, നമ്മൾ യൂ ടേൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സ്ഥലം മതി എന്നുള്ള ഒരു 4.2 മില്ലിമീറ്ററാണ് നമുക്ക് 4.2 മീറ്റർ നമുക്ക് ഇതിന് ടേണിങ് റേഡിയസ് ഒക്കെ ആവശ്യമുള്ളൂ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അതായത് രണ്ടുപേരെ യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ഇത് ഫീൽ ചെയ്യും. അതിന് മുമ്പ് പറയാനുള്ള ഡോറിൻ്റെ കാര്യമാണ് കേട്ടോ. വളരെ ആകെ 2 ഡോറേ വരുന്നുള്ളൂ. വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന വലിയ ഡോറുകളാണ്. അപ്പോൾ ഇവിടെ ഒരു പോരായ്മയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. അതായത് വലിയ ഡോർ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അത്രയധികം സ്പേസുമാണ്. നിങ്ങളൊരു വാഹനത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ചുമരിനോട് ചേർന്നൊക്കെയാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ശ്രദ്ധിച്ച് തുറക്കണം, ഇല്ലെങ്കിൽ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമൽ കാറുകളേക്കായി വലിയ ഡോറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി ഉള്ളിൽ സ്പേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ രൂപത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ ലെഗ് റൂമും നീ റൂമും നമുക്ക് ഹെഡ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ ഇത് കൂടെ കയറി അപ്പുറത്ത് കൂടെ ഇറങ്ങി പോകാനായിട്ട് പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ മാറിയിരിക്കാനൊക്കെ. നമ്മളിനിപ്പോൾ ഡോറ് തുറക്കേണ്ട സിറ്റുവേഷൻ വല്ല ചാർജിനൊക്കെ വരുമ്പോൾ വണ്ടിയുടെ അടുത്തോ ചുമരിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് നടന്ന് കടക്കാവുന്ന അത്രയും ഈസി ആയിട്ടാണ്. കാരണം വെച്ചാൽ ഇലക്ട്രിക് വാനാണ്, പ്ലാറ്റ്ഫോമൊക്കെ ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കംഫർട്ട് ഹെഡ് റൂമൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി പുറകിലേക്ക് കയറാൻ നമുക്ക് കുട്ടികൾക്കാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുക. പക്ഷേ ഞാനും കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഇരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 10-30 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാനായിട്ടൊക്കെ പറ്റും. കയറാനും ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് സീറ്റ് മടക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വെറുതെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് ഇത് കൂടെ കയറാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത്യാവശ്യം അവർ ഹാപ്പിയാണ്. കാരണം വളരെ വലിയ ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ പുറകിലേക്ക് കൊടുത്തിട്ടൊരു ഇവിടെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീല് തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫ്ലൈറ്റ് ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ വലിയവർക്ക് കയറണമെങ്കിൽ മാത്രം സീറ്റ് മൊത്തം ഫോൾഡ് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. 50-50 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിലയുടെ കാര്യത്തിലാണ് കുറേ പേർക്ക് വില കൂടുതലല്ലേ ഒരു പൊടിക്ക് എന്ന് തോന്നും. അതിന് 2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MG ഇതിനൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരു വില പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കൊടുക്കുന്ന വിലക്ക് മൂല്യം കൊടുക്കാതെ ലാഭം കൂടുതലെടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വാഹനത്തിൻ്റെ പല ഏരിയ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റിയറിംഗ് വീല്, നമുക്ക് ലെതർ റാപ്പിഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈ ക്വാളിറ്റിയാണ് നൽകിയിട്ടുള്ളത്. 2 ടച്ച് സ്ക്രീൻ 10.4 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ് കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഒരു ബ്രാൻഡിലും തരാത്ത ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് AC-യും അതുപോലെ AC വെൻറ്റിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഇതിൻ്റെ ഡ്രൈവ് സെലക്ടറിൻ്റെ ഭാഗങ്ങളും ഒക്കെ നല്ല പ്രീമിയം ഫിനിഷ് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വിൻഡോ കൊടുത്തിട്ടുണ്ട്. സീറ്റുകളാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇനി റൂഫ് ലൈൻ നോക്കുകയാണെങ്കിലും ഒരു പ്രീമിയം റൂഫ് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയും കോംപ്രമൈസ് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. ഇനി പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം കൊടുത്താലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ആൾട്ടോയുടെ അതേ വൈപ്പർ തരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. പക്ഷേ MG ഒരു ബഡ്ജറ്റിലുണ്ട് നമുക്ക് എയറോ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിനൊന്നും ക്വാളിറ്റി കുറവോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ അതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വില നമ്മൾ ഇതിൻ്റെ ഒരു സൈസ് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വില കൂടുതലായിട്ട് തോന്നും. പക്ഷേ MG ഇത് പലപ്പോഴും നഷ്ടത്തിന് വിറ്റ സമയമുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് MG കോമറ്റ് എന്നുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇറങ്ങിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഞാനടക്കം അയ്യോ ഇത് എന്ത് വണ്ടിയാണ് എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം സമയത്ത് നിന്നും ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് എടുത്ത ആളുകൾ നല്ല കാര്യം അഭിപ്രായം പറഞ്ഞാണ് ഇപ്പോൾ ഇതൊരു അത്യാവശ്യം ട്രെൻഡായി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് എത്തിയിട്ടുള്ളത്. അപ്പോൾ MG അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൈസ് കൊണ്ടാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്തുള്ളൊരു സെഗ്മെൻറ്റാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഇനി ഈ സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി ഇതെന്താണ് വാഹനം, ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളതൊക്കെ ഓൾറെഡി ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഈ സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനം വന്നാൽ എന്നല്ല അങ്ങനെ ഒരു വാഹനം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. മൊത്തം ഞാൻ ഡയമെൻഷൻ പറഞ്ഞു. മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ടോപ്പ് എൻഡ് ആണ്. അതുകൊണ്ട് ഫുൾ LED ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നത്. മുൻവശത്താണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു 3.3 കിലോ വാട്ടിൻ്റെ ചാർജിങ്, അതായത് നോർമൽ വീട്ടിൽ ചാർജിങ് ആണ് ഇതിന് ചെയ്യുന്നത്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്, AC ആണെന്ന് മാത്രം. ഇവിടെയൊക്കെ ഇലുമിനേഷൻ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നാൽ വിങ് ടൈപ്പ് മിററാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഫീല്, കുറച്ചുകൂടി വണ്ടിയുടെ സൈസ് കൂടുതൽ ഫീല് തരുന്നത് ഇതാണ് എന്നും പറയാം കേട്ടോ. അപ്പോൾ 12 ഇഞ്ചിൻ്റെ വീലുകൾ വന്നിട്ടുള്ളത്. അലോയ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല, അവിടെ ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇത്രയും ദിവസം ഒരു 10 ദിവസമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനാണ് പറയാനുള്ളത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഷൂട്ട് നമ്മൾ യൂട്യൂബിന് വേണ്ടിയും റീൽസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 49% നമ്മൾ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം AC ഇട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ 43% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 5-6 യൂണിറ്റ് അല്ലെങ്കിൽ 5-6% നമ്മളവിടെ വെറുതെ
സ്റ്റില്ലായി നിന്നപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലാസ്റ്റ് നമുക്കൊരു 10 കിലോമീറ്റർ പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കാം, ആ രൂപത്തിൽ കണക്കാക്കാം. നമ്മളിപ്പോൾ അവിടുന്ന് ഏകദേശം ഇപ്പോൾ 29% കാണിക്കുന്നുണ്ട്, 58 കിലോമീറ്റർ. ഇനി ഓടാനുള്ള ചാർജ് കാണിക്കുന്നുണ്ട് 9922 കിലോമീറ്റർ എന്ന് ഓടോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ ലെവലിൽ നോക്കുമ്പോൾ ഒരു 175-176 കിലോമീറ്റർ ആയിരിക്കണം നമുക്ക് റേഞ്ച് കിട്ടേണ്ടത്. എന്തായാലും അവിടെ ഓടി എത്തുമ്പോൾ എത്ര ആയിരിക്കും എന്നുള്ളത് നോക്കാം. വാഹനത്തിന് മറ്റുള്ള ആസ്പെക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും അടിപൊളിയാണ്. നേരത്തെ കാണിച്ച പോലെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറും അതുപോലെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, എന്നാൽ പോലും പെർഫെക്റ്റ് ആണ്. ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഒപ്പം നമുക്ക് ഗ്ലാസ് ഏരിയ വ്യക്തമായിട്ട് എല്ലാം കാണാനുണ്ട്. അതായത് ഈ ഒരു എ പില്ലർ അവിടെ ഒരു ഇൻഫിനിറ്റി ടൈപ്പ് ആണെന്ന് പറയുന്നത്, അതായത് ഇല്ല എന്നുള്ളൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ടേണിംഗ് ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ അടിപൊളിയായിട്ട് എല്ലാം കാണുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒപ്പം മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതും ഞാൻ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാഴ്ച പുറകിലേക്ക് കിട്ടുന്നുണ്ട്. ഒരു ചില്ലുകൂട്ടിലിരിക്കുന്ന ഒരു ഫീലോട് കൂടി തന്നെ നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. IRVM നമ്മൾ വാഹനം ചെറുതാണെങ്കിൽ പോലും IRVM നമുക്ക് അത്യാവശ്യം വലുത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പുറകിലെ കാഴ്ചയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഡ്രൈവർ സൈഡൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കംഫർട്ടാണ്. സ്റ്റിയറിംഗ് ഒരു പൊടിക്ക് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഓടിക്കുന്ന ആദ്യത്തെ 2 ദിവസം ഫീൽ ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ടൈറ്റ് ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യാത്തതാണ്. കാരണം ഞാൻ ഡെയിലി ഡ്രൈവിന് ഉപയോഗിക്കുന്നത് ഫിയറ്റ് പുന്താണ്, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഏതൊരാളിൻ്റെ വണ്ടി കയറി ഓടിച്ചാൽ ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോ, ഗിയർ ടൈറ്റ് ആണല്ലോ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വാഹനമാണ് പുന്ത. അപ്പോൾ അത് ഓടിച്ച് നടന്നുകൊണ്ടിരുന്ന എനിക്ക് ഇത് ടൈറ്റായിട്ട് ഫീൽ ചെയ്തപ്പോൾ സർപ്രൈസ്ഡായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇത്രയും കുഞ്ഞൻ വാഹനം, അതും പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനത്തിന് ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ പർട്ടിക്കുലർ വാഹനത്തിൻ്റെ ആണോ എന്നറിയില്ല, ചെറിയൊരു ടൈറ്റ് കാര്യങ്ങളുണ്ട്. ഒപ്പം സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഒരു പൊടിക്ക് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്, കറക്റ്റ് അലൈൻഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അലൈൻഡ് അല്ല എന്ന് തോന്നിയ മറ്റൊരു കാര്യം ഇതിൻ്റെ റിയർ വ്യൂ ക്യാമറയുടെ അഡാപ്റ്റീവ് ഗൈഡ് ലെൻസ് ആണ്. ഇതിൻ്റെ ക്യാമറ വരുന്നുണ്ട്, അതിന് അഡാപ്റ്റീവ് ഗൈഡ് ലെൻസ്, അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും വാഹനം എത്തുക എന്നുള്ളൊരു കണക്കൂട്ടലൊക്കെ നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ്. അത് കറക്റ്റ് അല്ല, അതൊരു വലിയ വണ്ടിയുടെ അളവാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ ഇതൊരു ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്ന സ്ഥലത്തല്ല എത്തിപ്പെടുക, അതിന് മുന്നേ ഇത് ടേൺ ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അത് കാലിബ്രേഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാനുണ്ട് എന്ന് തോന്നി. അതുപോലെ തന്നെയാണ് നമ്മുടെ റേഞ്ച് കാണിക്കുന്നതിൻ്റെ, അതും കുറച്ചുകൂടി ആക്യുറേറ്റ് ആവാനുണ്ട് എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇപ്പോൾ 1% ചാർജിൽ 2 കിലോമീറ്റർ വെച്ചിട്ടാണ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞ ഒരു രീതിയിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കൺട്രോൾസ് ഒന്നും നമുക്ക് മീറ്ററിൽ എടുക്കാനൊന്നുമില്ല. നമുക്ക് ട്രിപ്പ് മീറ്ററും അതുപോലെ മോട്ടറിൻ്റെ സ്പീഡ് അറിയാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് എത്ര കറണ്ട് നിന്ന് എടുക്കുന്നുണ്ട്, അത്രയും ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെന്നുള്ളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫിക്സഡാണ്. അതിൽ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ്, സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഒരു കോമറ്റിൻ്റെ കുഞ്ഞു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ലൈറ്റ്സ് ഒക്കെ തെളിയുമെന്നുള്ളതാണ്. അതെ, നമുക്ക് ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്രേക്ക് ലൈറ്റ് വരും, ഹെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഹെഡ് ലൈറ്റ് തെളിഞ്ഞായിട്ട് കാണിക്കും. അത് നല്ലതായിട്ട് തോന്നി. നമ്മൾ അബദ്ധവശാലൊന്നും, കാരണം അതിൻ്റെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഒന്നുമില്ല, അപ്പോൾ അബദ്ധവശാൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോകുന്ന വിഷയമൊന്നും വരില്ല. ഇനി പോയാലും കുറച്ച് ദൂരം, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിന് അടുത്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നമുള്ളൂ. നമ്മൾ ഈ വാഹനത്തിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് വാഹനം സെൻട്രൽ ലോക്കും ഓൺ ആവും. ആ രൂപത്തിലാണ്. ഇതിൽ താഴെ പിന്നെ ഒരു ചെറിയൊരു കൺട്രോൾ കൊടുക്കണം. ഇൻ കേസ് എമർജൻസിക്ക് നമുക്കൊന്ന് വാഹനം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫ് ചെയ്യാനുള്ള, അതായത് പവർ സപ്ലൈ കട്ട് ചെയ്യാനുള്ളൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാം. ഇക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. അതിലും നമ്മളത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസിൽ നമുക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇക്കോലാണെന്നുണ്ടെങ്കിൽ വളരെ പവർ കുറവാണ്. നോർമലാണ് ഞാൻ ഫുൾ ടൈം, ഇതാണ് എനിക്ക് കംഫർട്ട്. എപ്പോഴും ഞാൻ നോർമലാണ് ഇടാറുള്ളത്. ഇതാണ് എൻ്റെ കൺട്രോൾ കേട്ടോ. അപ്പോൾ അതിൽ സ്പോർട്ടിലിടുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് പെട്ടെന്ന് തന്നെ 0 to 100 ഒക്കെ എത്തുന്ന ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴൊന്നും നമ്മുടെ റേഞ്ചിൽ കുറവ് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെയും ഒരു ആക്യുറസി എന്തോ സംശയമുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇതിൽ കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് AC ഒക്കെ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഒരു പ്രീമിയം ഫീലിൻ്റെ കാര്യം ഞാൻ പറയാം, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. അതിനകത്ത് അത്തരത്തിലൊരു വാഹനത്തിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഹാപ്പിയാണ്. കുട്ടികൾക്ക് ബാക്കിലിരുന്ന അവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത് പരിഗണിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. പക്ഷേ ആര് പരിഗണിക്കണം എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആവറേജ് റേഞ്ച് എത്ര കിട്ടുകയെന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ഒരു ഓട്ടം ആവറേജ് ഒരു 100 കിലോമീറ്ററിനകത്ത്, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ഒരു 70 കിലോമീറ്ററിനകത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പരിഗണിക്കാം. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കണം. കാരണം അതിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ല.
നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ AC ചാർജിങ്ങേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന വാഹനം ഫുൾ ചാർജ് ആവണമെങ്കിൽ 7 മണിക്കൂർ എടുക്കും. അപ്പോൾ 7 മണിക്കൂറൊക്കെ നമുക്കൊരു പബ്ലിക് ചാർജ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഇനി നമ്മൾ ചെറിയ ദൂരമൊക്കെ ഓടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിട്ട് എയർപോർട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് 1.5 മണിക്കൂർ ഒരു വഴിയുള്ള ഒരു ചാർജ് സ്റ്റേഷനിൽ AC കുത്തി വെച്ചപ്പോൾ അതിനാകെ കയറിയത് 2.25 യൂണിറ്റാണ് കറണ്ടാണ് 1.5 മണിക്കൂർ കുത്തിവെച്ചിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് അത്രയും ഒരു പുറത്ത് ദൂരേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരു സൈഡ് പോയി തിരിച്ച് വീട്ടിലെത്താനുള്ളൊരു റേഞ്ച് ഇതിൽ ഉണ്ടായിരിക്കണം. അത്രയും ദൂരം നമ്മൾ വൺ സൈഡ് പോകാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കാൽക്കുലേറ്റർ ആയിട്ടുള്ള ഓട്ടം നമുക്കൊരു സെക്കൻഡറി വാഹനം 100% നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു പ്രൈമറി കാറായിട്ട് നമുക്കൊരു 2 വീലറേ ഉള്ളൂ, കാറ് ഇത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് പരിഗണിക്കാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു വാഹനം വലിയ SUV അങ്ങനത്തെ വേണമെന്നൊന്നുമില്ല, എന്തായാലും ഒരു പ്രൈമറി വാഹനം വേറെ ഉണ്ടാവണം. എന്നാൽ മാത്രം നമുക്ക് ഒരു MG കോമറ്റ് പരിഗണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്ന മോഡലായി കഴിഞ്ഞാലും നമുക്ക് AC ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വീട്ടിലാണ് ചാർജ് ചെയ്യുക. അതിന് 7.2 കിലോവാട്ടായിട്ട് പവർ മാറുമ്പോൾ ഇതിൻ്റെ പകുതി സമയം മതി. നമുക്ക് ഇത് 7 മണിക്കൂർ എടുക്കുന്നത് 3.5 മണിക്കൂർ കൊണ്ട് അത് ചാർജ് ആവുമെന്നുള്ളതാണ്. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം വന്നിട്ടുള്ളത്. ബാറ്ററി 17.3 കിലോവാട്ടാണ്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങുള്ള മോഡലിലേക്ക് വരുമ്പോൾ അത് 17.4 കിലോവാട്ടായിട്ട് മാറുന്നുണ്ട്. ഒരു കുഞ്ഞു മാറ്റമേ വരുന്നുള്ളൂ. പിന്നെ ആ ഒരു മോഡലിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആവുന്നുണ്ട്. ഇലക്ട്രോണിക് ബ്രേക്ക് വരുന്നുണ്ട്, പുറകിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ ആഡ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ആ ഒരു വേരിയൻറ്റ് മാറുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൈസും കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്താനായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയതിനു ശേഷം എന്താണ് കറക്റ്റ് റേഞ്ച് നമുക്ക് കിട്ടിയത് എന്നുള്ളത് നോക്കാം. നമ്മുടെ മോർണിംഗ് റൈഡ് 2 മണിക്ക് അവസാനിപ്പിക്കുമ്പോൾ 13% ഇനി ബാറ്ററി ഉള്ളൂ. 26 കിലോമീറ്റർ ഓടാം. ഓഡോമീറ്റർ 9952 അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് നോക്കിയാൽ 146 കിലോമീറ്റർ നമ്മൾ ഇതുവരെ ഓടിയിട്ടുണ്ട്. പ്ലസ് 26 കൂടി നോക്കുമ്പോൾ 172 നമുക്ക് കിട്ടിയിട്ടുള്ള റേഞ്ച്. അത് പക്കയായിരിക്കും, അതിൽ കുറയാത്തൊരു റേഞ്ച് എന്തായാലും കിട്ടും. കാരണം അത്രയും സമയം ഞങ്ങൾ AC മാത്രമായിട്ട് ഈ വാഹനം നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും കോമറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റേഞ്ച് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിൽ കയ്യിൽ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡറി വാഹനമായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോമറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ സെക്കൻഡറി വാഹനം ഇല്ലാത്തവർക്ക് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.